വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി വന്നിട്ട് ത്രെഡ് ചെയ്യുന്നതാണ്, അതായത് സെൽഫായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ ഇതിനകത്ത് പഠിപ്പിച്ച് തരാം. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി ഫേസിലോട്ട് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ കാലിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാലിലെ ഹെയർ പറിച്ചിട്ടാണ് ആദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പർ ലിപ്പ്, ചിന്ന്, ചീക്സ്, ഫോർഹെഡ് അങ്ങനെ എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ഐബ്രോസ് ഒന്നും ആദ്യമൊന്നും ചെയ്യണ്ട, കാരണം ഐബ്രോസ് ഒക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അപ്പർ ഐബ്രോസും ലോവർ ഐബ്രോസും ഒക്കെ ചെയ്താൽ മതി. ഇത് പ്രാക്ടീസ് ആവുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ വഴങ്ങി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലിൽ ചെയ്തൊന്ന് നോക്കാൻ പറയുന്നത്. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്യുന്ന നിങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിൽ, നിങ്ങളുടെ കൺവീനിയൻ്റ് ആയ രീതിയിൽ നിങ്ങളുടെ കൈ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ അതേപോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം ഫേസിൽ ഇത് പരീക്ഷിച്ച് നോക്കരുത്. കാലിൽ ചെയ്ത് 7 ദിവസമോ 10 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഫേസിലേക്ക് ചെല്ലാവുള്ളൂ കേട്ടോ. ആക്ച്വലി നമുക്ക് 2 തരം ത്രെഡ് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ ഐബ്രോസ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന കൂട്ട് ത്രെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ സാധാരണ മെഷീൻ ത്രെഡ് 3 പ്ലേ അല്ലെങ്കിൽ 3 പ്ലേ ആണ് പെട്ടെന്ന് പറ്റത്തില്ല, 2 പ്ലേ അങ്ങനെ വരുന്ന സാധാരണ മെഷീൻ ത്രെഡ് ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ മെഷീൻ ത്രെഡാണ്. എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത് അതുതന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പം അങ്ങനെയൊന്നും പൊട്ടിപ്പോവില്ല. തീരെ പഴകിയ ത്രെഡോ അല്ലെങ്കിൽ തീരെ കട്ടി കുറഞ്ഞൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവുള്ളൂ. ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ത്രെഡ് നമുക്ക് ഏകദേശം ഒരു കൈപ്പത്തിയുടെ താഴെ, നമ്മുടെ ഏകദേശം ഞാനൊരു കൈയുടെ അളവ് വെച്ച് കാണിക്കുന്നുണ്ട്. അത് അതിനേക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതലും എടുക്കാം. ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ ഇത്. അപ്പോൾ അങ്ങനെ എടുത്ത് കൂട്ടിക്കെട്ടിയിട്ട് ടൈ ചെയ്ത ഭാഗം നമ്മൾ ഒരറ്റത്ത് നമ്മുടെ ഒരു കൈക്കുള്ളിൽ വരുന്ന പോലെ പിടിക്കണം. എന്നിട്ട് ഇതിങ്ങനെ പിരിച്ച് ഇങ്ങനെ ഇതേപോലെ ചെയ്യണം. എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മളിതിനെ നമ്മുടെ ഹെയർ നിൽക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മൾ പറിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഒരു നോട്ടില്ലേ നമ്മൾ ചുറ്റി വന്നിരിക്കുന്ന നോട്ട് അത് പോവേണ്ടതെന്ന് വെച്ചാൽ, ആ പോവേണ്ട ഡയറക്ഷനിൽ നമ്മൾ കൈ സ്റ്റേബിളായിട്ട് പിടിക്കുക. എന്നിട്ട് മറ്റേ കൈ നമ്മളിങ്ങനെ വിടർത്തി കൊടുക്കുക. ആ സാധനം ഇങ്ങനെ ഓടിച്ചെന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് കിട്ടും. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കത് 2 കയ്യിൽ മാറി പ്രാക്ടീസ് ചെയ്യാം. അപ്പം അത് 2 കയ്യിൽ നമുക്കത് വഴങ്ങി വരും, ഫ്ലെക്സിബിൾ ആവും. അപ്പം അങ്ങനെ ചെയ്യുമ്പം നല്ല ഈസി ആയിട്ട് രോമങ്ങൾ പറഞ്ഞു വരും കേട്ടോ. ആദ്യം നമ്മൾ ചിന്നിലും ഒക്കെ ഉള്ള, ചിന്നിലൊക്കെ ആകുമ്പം സ്കിന്ന് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിന്നിലൊക്കെ ഉള്ള ഹെയർ പഠിക്കുക. ആദ്യം നമ്മൾ ലെഗിൽ പഠിക്കുക, എന്നിട്ട് ചിന്നിലൊക്കെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് അപ്പർ ലിപ്പും അങ്ങനെ സ്കിൻ ഇങ്ങനെ ചുളുങ്ങി നൂലിനുള്ളിലേക്ക് കയറുന്ന തരത്തിലുള്ള സ്കിന്നല്ല, ടൈറ്റായിട്ട് നിൽക്കുന്ന സ്കിന്നാണ്. അത് നമ്മളൊന്നുകൂടെ ടൈറ്റായിട്ട് പിടിക്കണം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ കഴുത്താണെങ്കിൽ നമ്മൾ കഴുത്ത് പൊക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ സ്കിന്ന് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് സൂക്ഷിച്ചിട്ട് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങളതൊക്കെ പ്രാക്ടീസ് ആവുന്നതനുസരിച്ചിട്ട് ലൂസ് സ്കിന്നുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ചെയ്താൽ മതി. പിന്നെ ഐബ്രോയുടെ അപ്പർ ഐബ്രോയും ലോവർ ഐബ്രോയും നമ്മൾ ചെയ്യുമ്പം ഞാൻ ഒരിക്കലും ആദ്യമൊന്നും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ചൂടെ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴായാലും ലോവർ ഐബ്രോ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് കുറച്ചും കൂടെ എന്താ പറയുക, സ്കിന്ന് പെട്ടെന്ന് ലീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. മുകളിൽ അത്രയും കുഴപ്പമില്ല. പിന്നെ അതൊക്കെ പാർലറിൽ പോയിട്ട് ചെയ്യിക്കാം. പിന്നെ അത്രയും കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു ത്രെഡ് നമ്മൾ കൂട്ടി കെട്ടുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അതൊരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് ടച്ച് ചെയ്യുന്നത് പോലെ വരരുത് കേട്ടോ നമ്മളിത് ചെയ്യുമ്പോൾ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ ലീഷൻ വരും, മുറിവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ കൂടിയിട്ട് ഉടക്കിയിട്ട് സ്കിന്നും കൂടെ ഉടക്കി വലിക്കുമ്പം സ്കിന്നിങ് പോവും. അതുകൊണ്ട് അതെപ്പോഴും ഒരു സൈഡിൽ തന്നെ കീപ്പ് ചെയ്യണം. അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കണം. അത് പതുക്കെ ചെയ്ത് പഠിക്കത്തുള്ളൂ. എന്നാലും നിങ്ങളൊരു 1 വീക്കിലൊക്കെ നമ്മൾ കാലയിലൊക്കെ പതുക്കെ ഒരു ഹെയറൊക്കെ വെച്ചിട്ടൊക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു ഫേസിൽ അങ്ങനെ ഒരുപാട് വലിയ ഹെയർസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുഞ്ഞു ഹെയർസ് ഇങ്ങനെ ഓടിച്ച് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അപ്പർ ലിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പെയിൻ അറിയില്ല. ആ റെഡ്നെസ് വന്നത് നിങ്ങൾ കണക്കാക്കണ്ട. അത് വരും, അത് സ്കിൻ അത്രയും സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. ഇത് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പറിക്കുമ്പോൾ നമുക്ക് പെയിനേ അറിയില്ല. അങ്ങനെയാണ് കേട്ടോ പറിക്കണ്ടേ. പിന്നെ അപ്പർ ലിപ്പിനൊക്കെ വേദനയാണെന്ന് വെച്ചിട്ട് പറിക്കാതെയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, എറേസർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ ഷേവ് ചെയ്യുന്നവരുണ്ടല്ലോ. ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു തിക്നെസ്സിലാണ് വീണ്ടും എന്താ പറയുക, ഒരു ഹെയറിൻ്റെ പകുതിക്ക് വെച്ചാണല്ലോ കട്ട് ചെയ്ത് നമ്മൾ ഷേവ് ചെയ്ത് കളയുന്നത്. അതിന് ആ ഒരു തിക്നെസ്സിലാണ് പിന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഹെയറിന് തിക്നെസ് കൂടുന്നു അല്ലെങ്കിൽ രോമം കൂടുതൽ വരുന്നു എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വരികയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് വരും, 1 ദിവസം 2 ദിവസം കൊണ്ട് വരും. ഇതെന്തായാലും ഒരാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഒരാഴ്ച എന്തായാലും കിട്ടും.
അതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് വരും കേട്ടോ. ഈസി ആയിട്ട് വരും, ഭയങ്കര ഈസി ആയിട്ട് വരും. നമുക്ക് ഇതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പാർലറിൽ പോകുകയൊന്നും ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അധികം എണ്ണമയം വെക്കാതെ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പെയിൻ അങ്ങനെ ഇല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് പറഞ്ഞു തരുമൊക്കെ ചെയ്യും. ചെറിയ ബേബി ഹെയർസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഈസി ആയിട്ട് പറയും. അതുപോലെ കൃതാവിൻ്റെ അവിടെ ഹെയർസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനൊക്കെ നല്ലതാട്ടോ. ഞാനിപ്പം ഈ ഐലിഡിലുള്ളത് പറിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പിടിച്ച് ഇങ്ങനെ നമ്മളൊന്ന് കുടഞ്ഞു കൊടുത്താൽ അങ്ങനത്തെ ഒരു ആക്ഷനിൽ പറിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിടയിൽ പോവില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്കത് പ്രാക്ടീസാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിന്ന് ഉള്ളിൽ പോയിട്ട് ലീഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ. പക്ഷേ അതായത് ഫോർഹെഡിൽ അപ്പർ ഐബ്രോ നമുക്കത് പറിക്കണമെങ്കിൽ അത് അത്രയും അങ്ങനെ പ്രശ്നമില്ല, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ സമയം കിട്ടിയിട്ടില്ല, പാർലറിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റും, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ത്രെഡ് പിരിക്കുന്നതാണ് കാണിക്കുന്നത്. ത്രെഡ് അങ്ങനെയാണ് പിരിക്കുന്നത്. ഒരു സൈഡിൽ നോട്ടുള്ള സൈഡ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യണം, എന്നിട്ട് മറ്റേ സൈഡ് പിരിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ സ്പീഡിൽ 2x ഇട്ടേക്കുന്നതുകൊണ്ടാണ് സ്പീഡായിട്ട് കാണുന്നത്. പതുക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടിട്ടായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ കൈയുടെ ആ ഒരു മൂമെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. പെയിനും ഉണ്ടാവില്ല, നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ എപ്പോൾ വേണോ നമുക്ക് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം. മിറർ വേണം, മിററിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യണം, കുറച്ച് വെട്ടം കൊടുത്താൽ കഴിഞ്ഞാൽ മതി. നല്ലതായിട്ടുള്ള ഏരിയയിൽ നിന്നിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഹെയറും റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫേസിലോട്ടൊന്നും ആദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഫേസിലോട്ടൊന്നും ആദ്യം കിടക്കണ്ട. പ്രാക്ടീസ് ഒന്ന് ഒരു 1 വീക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 വീക്ക് ഒരു വീക്കിൽ വൺസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, ഒരു 7 days ഒക്കെ അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് കാണിക്കുന്നത് നമ്മുടെ ത്രെഡാണ് കേട്ടോ. പ്രൊഫഷണൽ ആയിട്ടുള്ള ത്രെഡും പിന്നെ നോർമൽ ത്രെഡും. പിന്നെ അതുപോലെ ഈ കൈയുടെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്, അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഏത് വശത്തോട്ടാണോ ഡയറക്ഷൻ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ കൈ മൂവ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വിരലുകളാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് മീൻസ് ആ ഒരു ഹെയർ റിമൂവ് ആവുക.